കാഴ്ചയ്ക്ക് ശേഷം ഉറക്കം കിട്ടിയിട്ടില്ല തിരുമേനി. എന്തോ ഒരു ദോഷം വരാൻ പോവുകയാണെന്ന ആശങ്കയായിരുന്നു മനസ്സ് നിറയെ. ഇതിനു മുൻപ് ഇത്തരത്തിൽ കണ്ടപ്പോഴൊക്കെ അതൊരു സൂചന തന്നെയായിരുന്നു. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ആയുസ്സിന് വേണ്ടി മാത്രമാണ് യാചിക്കുന്നത്. ഇനി എന്താണ് അവരുടെ ജീവിതത്തിലെ തടസ്സം? ഒറ്റ നോട്ടത്തിൽ തടസ്സങ്ങളൊന്നും ദൃശ്യമല്ല. പിന്നെ ജാതക പ്രകാരം ദശാസന്ധി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചേ പറ്റൂ. എന്തു പരിഹാരവും എന്തു പ്രായശ്ചിത്തവും ചെയ്യാമെന്ന് എപ്പോഴും ഞാൻ സ്വാമിയോട് പറയുന്നതല്ലേ. ഒരുപാട് വേവലാതിപ്പെടണ്ട. ദൈവാനുഗ്രഹം ഒരുപാടുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം കുട്ടികൾക്കൊന്നും സംഭവിക്കാതിരുന്നത്. അല്ലെങ്കിൽ സരസ്വതിയമ്മയ്ക്ക് അറിയാലോ. അറിയാം. എങ്കിൽ വിശ്വസിച്ചോളൂ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒരു പരിഹാരവും നാഗദൈവങ്ങൾ നിർദ്ദേശിക്കും. ആദ്യം ആ കുട്ടിയുടെ ജാതകം ഒന്ന് എനിക്ക് എത്തിക്കുക. കൊണ്ടുവരാൻ തിരുമേനി. ഓരോ പൂജകളും അവസാനിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ലെന്ന് കരുതും. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ദിവസങ്ങൾക്കുള്ളിൽ പുതിയൊരു കാര്യം രൂപപ്പെടും. വിശേഷപ്പെട്ട ജാതകങ്ങളുള്ളവർക്ക് അങ്ങനെയാണ്. വീഴ്ചകളുടെ ഒരു വലിയ കാലഘട്ടം ഉണ്ടാവും. അതിനെ അതിജീവിക്കുമ്പോൾ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടവും ഉണ്ടാവും. പേടിക്കാതിരിക്കൂ. പൂർണ്ണമായും മനസ്സ് ദൈവത്തിൽ അർപ്പിച്ചാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ പൂജാരി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഈ കയ്യിലണിഞ്ഞിരിക്കുന്ന നാഗബന്ധനമില്ലേ, അത് ഒരു കാരണവശാലും കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. അങ്ങനെ സംഭവിച്ചു പോയാല് അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക്? ആ ഉണ്ട്, ഞാനിത് നഷ്ടപ്പെടുത്തില്ല. വേറെന്തേലും പറഞ്ഞോ? വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ആ, നമുക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഈ പേടി മാറാതെ എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല. പേടിയൊക്കെ മാറിക്കോളും. ഇനി അതൊക്കെ ദൈവത്തിന്റെ കൈകളില. പക്ഷെ ഭക്ഷണം കഴിക്കണം. ഇവിടിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്ത് കണക്കിനാ ഗാതമോളെ പട്ടിണി കിട്ടേന്ന് ചോദിച്ചാ എനിക്ക് മറുപടിയൊന്നും ഉണ്ടാവില്ല. ഇഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞാ ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാൻ കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കാം. പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുവരാം. നാഗപഞ്ചമിയില് ദശാസന്ധികള് സ്ഥാനം മാറിയപ്പോ എന്റെ ജാതകത്തില് ഒരു ദോഷം സംഭവിച്ചു. അതനുസരിച്ച് എനിക്ക് മൃത്യുഭയമുണ്ട് എന്ന് പറഞ്ഞ മനസ്സിലായോ? ഞാൻ ചത്തുപോവോന്നുള്ള പേടി. അമ്മയും മുത്തശ്ശിയും ആ പേടിയെ കുറിച്ചാ പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനൊരു പേടിയൊന്നുമില്ല. ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ മറികടന്നിട്ടുണ്ട്. പക്ഷേ പണ്ട് നടന്ന പോലെയല്ല, ജീവൻ വെച്ചുള്ള കളിയാ. അതൊന്നും സാരമില്ല കീർത്തി. നമ്മുടെ കയ്യില് വിലപ്പെട്ടത് എന്താണോ ഉള്ളത് അത് വെച്ചല്ലേ നമുക്ക് കളിക്കാൻ പറ്റൂ. നവീൻ, നവീൻ എന്നെ വിശ്വാസമല്ലേ? ഞാനിത് മറികടക്കുന്ന നവീന് തോന്നുന്നില്ലേ? ഗാഥ, തന്റെ ഭക്തിയിലും വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ മുത്തശ്ശി, ഇതെന്താ വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന? ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞിട്ട്. ചില മാറ്റങ്ങൾ പ്രവചനത്തിന് അതീതമാണ് മോനെ. അതുകൊണ്ടാണ് പൂജാരി ഒരുപാട് മുൻപേ നമ്മളോട് പറയാതിരുന്നത്. മോൻ പേടിക്കണ്ട. നാഗപഞ്ചമി ദിവസം നടക്കുന്ന പൂജയിലൂടെ വേണ്ട മുത്തശ്ശി, കേട്ട് കേട്ട് മടുപ്പായി തുടങ്ങി, വെറുപ്പായി തുടങ്ങി. ഈ ആചാരങ്ങൾക്ക് മുന്നിൽ തല കുറിച്ച് നിൽക്കാൻ വയ്യ. സമാധാനമായല്ലോ 3 പേർക്കും. അവൻ ഇനി നേരെ ചൊവ്വേ ഭക്ഷണം പോലും കഴിക്കില്ല. അവനുള്ളത് കൂടി വിളമ്പി വെച്ച് തരാം, അതും കൂടി എടുത്ത് കഴിച്ചോ. എന്നാ പിന്നെ നിർമ്മലേ, അതെ ഞാൻ പോയി കൈ കഴുകിട്ട് വരാം. അമ്മ കഴിക്കാൻ വിളിക്കുന്നു. നാണമില്ലാത്ത വർഗങ്ങള്.
ഹലോ. ആ എന്താടി, കളരിക്കല് സ്ഥിരതാമസമായപ്പോ ഞങ്ങളെയൊക്കെ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. അല്ലെങ്കിലും എല്ലാം മറക്കാനും പൊറുക്കാനും ഇനി ഒരുപാട് നാളൊന്നും ഞാനില്ല. എന്തു പറ്റി നിനക്ക്? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവിടെ എന്താ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവനും എനിക്കാ. നീ കാര്യം എന്താന്ന് പറവണ്ണേ. ഇത്രയും നാളും പൂജയുടെ കാര്യം പറഞ്ഞ് നീ എന്നെ കളിയാക്കിയില്ലായിരുന്നോ? ഞാൻ പുതിയൊരു പൂജയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോവാ. എന്തിന്? നീ അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. പിന്നെ പൂജ ഇതുവരെ പൂജയ്ക്ക് നിന്നത് മറ്റുള്ളവരെ രക്ഷിക്കാനല്ലേ? ഇത് എന്നെ രക്ഷിക്കാനാ, എന്റെ ജീവൻ രക്ഷിക്കാനാ. കൃഷ്ണ, നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടേ. മര്യാദയ്ക്ക് കാര്യം എന്താന്ന് പറ. നീ അമ്മയോട് പറയരുത്. നടക്കാൻ പോകുന്ന പൂജ ഇവിടുത്തെ പൂജാരിയുടെ തീരുമാനപ്രകാരം. അത് പക്ഷെ നാഗപഞ്ചമി പൂജ കൃത്യമായി പൂർത്തിയാക്കാതിരിക്കോ, വേറെ ഏതെങ്കിലും രീതിയിൽ പൂജയില് ഒരു വീഴ്ച വരികയോ ചെയ്താ നാഗപഞ്ചമി കഴിഞ്ഞ് ഞാൻ അടുത്ത പുലരി കാണില്ല. കൃഷ്ണ, നീ എനിക്കതിൽ വിശ്വാസം. നാഗദൈവങ്ങളുടെ ശക്തി എനിക്കറിയാം.